വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. ഒരുക്കങ്ങൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുന്നു. സ്വപ്നങ്ങളിൽ പുത്തൻ വർണ്ണങ്ങൾ വിരുന്നെത്തുന്നു. ഇനി ഓരോ കല്യാണങ്ങളും ആഘോഷങ്ങളും കളർഫുൾ ആവുന്നു. നിങ്ങളുടെ മനസ്സറിഞ്ഞ കളക്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അനേകം സെലക്ഷനുകളുമായി നിങ്ങൾ ആഗ്രഹിച്ച വിലക്കുറവിൽ വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. വ്യാപാരികളെയും വ്യാപാര സ്ഥാപനങ്ങളെയും നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കുന്ന ഇരു സാരഥികളോടും വീണ്ടും നേതൃനിരയിൽ നിൽക്കാൻ വ്യാപാരികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. ഇതോടെ മർച്ചന്റ്സ് അസോസിയേഷന്റെ വടക്കാഞ്ചേരി യൂണിറ്റിൽ 1/4 നൂറ്റാണ്ട് പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുകയാണ് അജിത് കുമാർ മല്ലയ്യയും ജനറൽ സെക്രട്ടറി PN ഗോകുലനും. വ്യാപാരികൾക്കായി ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇരുവരെയും ചുമതല ഏൽപ്പിച്ചത്. വ്യാപാരികളുടെ സ്വപ്ന പദ്ധതിയായ വ്യാപാര ഭവന്റെ പുതിയ മന്ദിരം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് വ്യാപാരികൾക്ക് സമർപ്പിക്കുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് K. അജിത് കുമാർ മല്ലയ്യ പറഞ്ഞു. ഭാവിയിൽ ഏറ്റവും അധികം ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങളുടെ ഇപ്പോൾ 2ാമത്തെ വ്യാപാര ഭവൻ, നേരത്തെ പറഞ്ഞ നഗരസഭയുടെ തൊട്ടടുത്തുള്ള നഗരസഭയുടെ അടുത്തുള്ള വ്യാപാര ഭവൻ പണി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഏകദേശം 1 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾക്കത് പണി തീർക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുമാതിരി തന്നെ വ്യാപാരികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ജില്ലാ കമ്മിറ്റി കൊണ്ടുവരുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നേരത്തെ മെഡിക്ലെയിം അടക്കമുള്ള പദ്ധതികൾ, അതുമാതിരി തന്നെ ഭദ്രം പദ്ധതി ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ ഭദ്രം പദ്ധതി എന്ന് പറയുന്നത് വ്യാപാരികൾക്ക് മാത്രമല്ല, വ്യാപാര സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന തൊഴിലാളികൾക്കും കൂടി ഉൾപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ രജിസ്റ്റർ ചെയ്ത് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ, അത് തൊഴിലാളികളാണെങ്കിൽ ശരി, മരിക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുക്കുക. ഒപ്പം തന്നെ ചികിത്സാ ചെലവ് ഇതിനാകെ കൂടി മേടിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 50 രൂപയാണ് നമ്മൾ മേടിക്കുന്നത് ഒരു മാസത്തേക്ക്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഊന്നൽ നൽകുക എന്നുള്ളതാണ് ഇനി ഭാവിയിൽ ഞങ്ങൾ ചെയ്യുന്നത്. അതുമാതിരി തന്നെ ഈ 2 കൊല്ലത്തിനുള്ള ഏകദേശം 130ഓളം പ്രോജക്റ്റുകളാണ് ഞങ്ങൾ വ്യാപാരികളായിട്ട് ചെയ്തത്. അടുത്ത വർഷം ഇതേമാതിരി തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഉദ്യോഗസ്ഥരായിട്ടുള്ള അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും അതുമാതിരി തന്നെ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭാവി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ മാസത്തിൽ തന്നെ SSLC വ്യാപാരികളുടെ മക്കൾക്ക് SSLC +2 അവാർഡുകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കടകളെല്ലാം തന്നെ ഇൻഷുർ ചെയ്യുന്നൊരു പദ്ധതി ഈ ജൂൺ 25-ാം തീയതിക്കുള്ളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള, അത് വളരെ ലളിതമായ രീതിയിലാണ് ഇൻഷുറൻസ് വരുന്നത്. വളരെ തുച്ഛമായ രീതിയിൽ ഇൻഷുറൻസ് സംഖ്യ മേടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കടകളെല്ലാം തന്നെ നമ്മൾ ഇൻഷുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു മാസത്തിൽ 2-3 പ്രോജക്റ്റ് വെച്ച് നമ്മൾ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇപ്പം അസുഖമായുള്ള ആൾക്കാർക്കൊക്കെ ധനസഹായത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് ഈ മാസം ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു സ്റ്റാഫിൻ്റെ ഒരു റിലേഷൻപ്പെട്ട ആൾക്ക് നമ്മൾ കുറച്ച് സംഖ്യ ഇപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഊന്നൽ നൽകുന്നുണ്ട്. വ്യാപാരികളാണ് ഞങ്ങളുടെ പിൻബലമെന്ന് സെക്രട്ടറി PN ഗോകുലൻ പറഞ്ഞു. ഞാൻ വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി. 2000-ൽ തുടങ്ങിയ ഈ ജനറൽ സെക്രട്ടറി എന്ന ജൈത്രയാത്ര 24-ലും മിനിഞ്ഞാന്ന് നമ്മുടെ വ്യാപാരികൾ എന്നെ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 10-24 കൊല്ലമായി വ്യാപാരികൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ 2000-2010 കാലഘട്ടത്തിൽ കാര്യമായ സഹായ കാര്യങ്ങളൊന്നും വ്യാപാരികൾക്ക് നടത്താൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ നമ്മൾ ഒരു 35 ലക്ഷം രൂപയോളം വ്യാപാരികൾക്ക് സഹായധനമായി കൊടുത്തിട്ടുണ്ട്. ഒരു 25 ലക്ഷം രൂപ മരണാനന്തര സഹായവും 10 ലക്ഷം രൂപയോളം ഗുരുതരമായ രോഗം ബാധിച്ച വ്യാപാരികൾക്ക് സഹായം എന്നതിന് പറയാൻ പറ്റില്ല, അവർക്ക് വേണ്ട ഒരു കൈത്താങ്ങ്, സഹായം എന്നുള്ള വാക്കവിടെ തെറ്റാണ്, കൈത്താങ്ങ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്.
നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ, അതായത് ടാക്സിനെ സംബന്ധിച്ചും വാടകയെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അമിതമായ ഇടപെടലിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് ഇടപെട്ട് അതിനൊരു പരിഹാരം കാണാൻ വ്യാപാരികൾക്ക് ഒരു കൈത്താങ്ങായിട്ട് നിൽക്കാൻ ഈ കാലഘട്ടത്തിൽ എന്നും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒറ്റയ്ക്കല്ല എന്നുള്ളൊരൊറ്റ വാക്കാണ് ഞങ്ങൾ വ്യാപാരികൾക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ ഉറപ്പിലേക്കായിട്ട് ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനാണ് അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ വ്യാപാരികളുടേതിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അവരുടെ സ്നേഹോഷ്മളമായ ഞങ്ങളെ ഈ പിന്താങ്ങൽ, ഈ ഞങ്ങളെ മീൻസ് ഞാനും പ്രസിഡൻറ്റും ഏകദേശം 24 കൊല്ലം കഴിഞ്ഞ് 25ഉം 26ഉം കൊല്ലമാണ് ഇനിയിപ്പോൾ വരാൻ പോണത്. അപ്പോൾ അവരുടെ സ്നേഹോഷ്മളമായ പ്രവർത്തനങ്ങൾ ഞങ്ങളെ എന്നും സഹായിച്ചിട്ടുണ്ട്. അവരുടെ ബലമാണ് ഞങ്ങളുടെ ബലം, അല്ലെങ്കിൽ എൻ്റെ ബലം എന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AV അബ്ദുൽ ഹമീദ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PN ഗോകുലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ അബ്ദുൾ സലാം വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. KK അബ്ദുൽ ലത്തീഫ്, പ്രശാന്ത് മേനോൻ, ഷംസുദ്ദീൻ, എൽദോ പോൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.